2018 തമിഴ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഒരു ലോ ബജറ്റ് പടം ചെയ്ത് വലിയൊരു വിജയമാക്കുന്നു. ശേഷം 3 വർഷങ്ങൾക്കിപ്പുറം അതിനേക്കാൾ സ്കെയിൽ കൂടിയൊരു സിനിമ ചെയ്ത് അതും വിജയിപ്പിക്കുന്നു. തൊട്ടടുത്ത വർഷം അതിനേക്കാൾ വലിയ സ്കെയിലിൽ അതിനേക്കാൾ വലിയൊരു താരത്തെ വെച്ചൊരു സിനിമ ചെയ്യുന്നു. ആ സിനിമ റിലീസ് ആവുന്നതിന് തൊട്ടു മുൻപ് അതിനേക്കാൾ വലിയൊരു താരത്തെ വെച്ചുകൊണ്ടുള്ള അടുത്ത സിനിമ അനൗൺസ് ചെയ്യുന്നു. ഒരു യങ് ഫിലിം മേക്കറിന്റെ വമ്പൻ കരിയർ ഗ്രോത്ത്. പക്ഷേ ഇതിൽ അവസാനം പറഞ്ഞ സൂപ്പർ 1 താരത്തിന്റെ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം സംവിധാനം ചെയ്ത അവസാന ചിത്രം റിലീസ് ആവുകയും കാര്യം തിയേറ്റർ കളക്ഷൻ വൈസ് അതൊരു ഹിറ്റാണെങ്കിലും ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നൊരു സിനിമയായി അത് മാറി. അത് ഈ അപ്കമിംഗ് സ്റ്റാർ ഡയറക്ടറുടെ റെപ്യൂട്ടേഷനെയും ബാധിച്ചു. ആൻഡ് ഇതേ കാലയളവിൽ ഇതേപോലെ കയറി വന്ന മറ്റൊരു യങ് ഡയറക്ടർ ലോ ബജറ്റ് പടം, മീഡിയം ബഡ്ജറ്റ് പടം, ഹൈ ബജറ്റ് സ്റ്റാർ പടം, പിന്നെ ഒരു ഹെവി വെയിറ്റ് പടം, അങ്ങനെ ഇതേ വഴിയിൽ സഞ്ചരിച്ച് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുകയും ചെയ്തു. സോ ആ ഡയറക്ടറെ വെച്ചുള്ള കമ്പാരിസൺ മറ്റൊരു വശത്ത്. ആകെ മൊത്തം പറഞ്ഞ ഇയാളുടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ. അത് വർക്കൗട്ട് ആക്കിയാൽ അതൊരു ഒന്നൊന്നര തിരിച്ചുവരവായിരിക്കും. ഇനി അത് പാളിപ്പോയാൽ മുൻപത്തതും കൂടി ചേർത്ത് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ താഴ്ന്നു പോകും.